ഹലോ ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എൻ്റെ പേര് സഞ്ജു സജി. ഇത് എൻ്റെ ആദ്യത്തെ വീഡിയോ ആണ്. എനിക്ക് വലിയ കോഡിംഗ് എക്സ്പീരിയൻസ് ഉള്ള ആളൊന്നുമല്ല. ഞാൻ എൻ്റെ ജേർണിയിൽ നിന്നും പഠിക്കുന്ന ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ഇന്ന് ഞാൻ കവർ ചെയ്യാൻ പോകുന്ന സെക്ഷൻ എന്ന് പറയുന്നത് സ്കാനർ എന്ന് പറഞ്ഞ ടോപ്പിക്കാണ്. സ്കാനർ ഇതൊരു ക്ലാസ് ആണ്. അത് നമ്മൾ ഇൻപുട്ട് വാല്യൂസ് എടുക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് ഒരു ക്ലാസ് ആണ്. സോ സ്കാനർ എങ്ങനെയാണ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത് എന്ന് നോക്കാം. ആദ്യമേ ബേസിക് ഫോർമാറ്റ് എന്ന് പറഞ്ഞാൽ സ്കാനറിൻ്റെ ഒരു പുതിയ ഓബ്ജക്റ്റ് ഉണ്ടാക്കും. ആ ഓബ്ജക്റ്റിനകത്ത് സിസ്റ്റം ഡോട്ട് ഇൻപുട്ട് വാല്യൂസ് പാസ് ചെയ്യും. എന്നിട്ട് നമുക്ക് സ്കാനർ ബേസിക്കലി യൂസ് ചെയ്യുന്നത് രണ്ട് ഓപ്പറേഷൻസ്, രണ്ട് തരം ഡേറ്റ ടൈപ്സിൻ്റെ പുറത്ത് ഓപ്പറേഷൻസ് ചെയ്യാനാണ് യൂസ് ചെയ്യുന്നത്. ഒന്ന് ഇൻറ്റിജറും സ്ട്രിങ്ങും. കോമൺലി യൂസ്ഡ് വേറെയും ഡേറ്റ ടൈപ്സിൻ്റെ പുറത്ത് സ്കാനർ യൂസ് ചെയ്യാറുണ്ട്. മെയിൻലി നമ്മൾ ഇൻറ്റിജറും സ്ട്രിങ്സും ആയിട്ടാണ് കൂടുതൽ വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് അതിനെ മാത്രം ഫോക്കസ് ചെയ്യാം. ആൻഡ് ഓൺലി ദാറ്റ്, അത് മാത്രമായിരിക്കും യൂസ്ഫുൾ ആയിട്ട് വരുന്നത്. സോ സ്കാനർ ഓബ്ജക്റ്റ് എന്ന് പറയുമ്പോൾ നമുക്കൊരു സ്കാനർ ഓബ്ജക്റ്റ് ഉണ്ടാക്കണമെങ്കിൽ സ്കാനർ സൂം ചെയ്യാൻ പറ്റുമെന്നുള്ളത്. സൂമിങ് ഇസ് നോട്ട് ദാറ്റ് ഫൈൻ. അതിൻ്റെ സ്ക്രീൻ കാണാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, സ്കാനർ സ്കാൻ is equal to new scanner. ഓക്കെ, ഒരു സ്കാനറിൻ്റെ ഓബ്ജക്റ്റ് ക്രിയേറ്റ് ആയി. ഇങ്ങനെയാണ് നമ്മൾ സാധാരണ ഏത് ഓബ്ജക്റ്റും ക്രിയേറ്റ് ചെയ്യുന്നത്. ബൈക്ക് ആണെങ്കിൽ നമ്മൾ ബൈക്ക് ക്ലാസ്സിനകത്ത് ബൈക്ക് ഓബ്ജക്റ്റ് ഉണ്ടാക്കിയിട്ട് ന്യൂ ബൈക്ക് കൊടുക്കുമ്പോഴും ബൈക്കിൻ്റെ ഓബ്ജക്റ്റ് ഉണ്ടാവും. അതേ കണക്ക് തന്നെ സ്കാനറിൻ്റെ ഓബ്ജക്റ്റ് ഉണ്ടാവും. അപ്പം ഇവിടെ എന്ന് പറഞ്ഞാൽ ബൈക്ക് എന്ന് പറഞ്ഞൊരു ക്ലാസിൻ്റെ ഓബ്ജക്റ്റ് ആണ് ബൈക്ക്. അപ്പോൾ ഇതണക്ക് സ്കാനർ എന്ന് പറഞ്ഞ ക്ലാസ് ഉണ്ട്. ക്ലാസിൻ്റെ ഓബ്ജക്റ്റ് നമ്മളിവിടെ സ്കാനറിന് കൊടുക്കുന്നതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഏതൊരു ഓബ്ജക്റ്റോ ഏതൊരു ക്ലാസ്സോ യൂസ് ചെയ്യണമെങ്കിൽ അത് ഇമ്പോർട്ട് ചെയ്യണം. ഇമ്പോർട്ട് ചെയ്താൽ നമുക്കാണ് ആ പാക്കേജ് ഇമ്പോർട്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് അതിനകത്തുള്ള ഓബ്ജക്ട്സും മെത്തേഡ്സും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നത്. നമ്മൾ ഇമ്പോർട്ട് സ്കാനർ java.util scanner. ഓക്കെ, സോ നമ്മൾ ഈ പാക്കേജ് ഇമ്പോർട്ട് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് സ്കാനറിൻ്റെ ഓബ്ജക്ട്സ് ഒക്കെ യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ നമ്മൾ അടുത്ത അപ്പോൾ സ്കാൻ എന്ന് പറഞ്ഞ ഓബ്ജക്റ്റ് വെച്ചിട്ട് നമുക്ക് പല ഓപ്പറേഷൻസ് ചെയ്യാം. മെയിനായിട്ട് രണ്ട് തരം ഓപ്പറേഷൻസ് ആണുള്ളത്. ഒന്നെന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് ഇൻറ്റ്, മറ്റേന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് ഇൻറ്റ്. ആ ഫംഗ്ഷൻ്റെ പേരിൽ നിന്ന് തന്നെ മനസ്സിലാവും. നെക്സ്റ്റ് ഇൻറ്റ് എന്ന് പറയുമ്പോൾ ഇൻറ്റിജറിൻ്റെ പുറത്ത് ചെയ്യുന്ന ഓപ്പറേഷനാണ് നെക്സ്റ്റ് ഇൻറ്റ്. ഓക്കെ, സോ സ്കാൻ ഡോട്ട് നെക്സ്റ്റ് ഇൻറ്റ്. അതിന് ഞാൻ ചുമ്മാ ഒരു വേരിയബിളിൻ്റെ വാല്യൂ, ഇപ്പോൾ വേരിയബിൾ ഇൻറ്റിജർ ആകുമ്പോഴത്തേക്ക് INT ഡേറ്റ ടൈപ്പ് സ്പെസിഫൈ ചെയ്യണം. ജാവ ആയതുകൊണ്ട് INT scan dot next int. പിന്നെ നമുക്ക് സ്കാൻ ഡോട്ട് നെക്സ്റ്റ് കൊടുക്കുമ്പോൾ നമുക്ക് സ്ട്രിങ്സ് ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. സ്കാൻ ഡോട്ട് നെക്സ്റ്റ്. ഓക്കെ, സ്കാൻ ഡോട്ട് നെക്സ്റ്റ് ആണ് ഞാൻ സ്ട്രിങ് എസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, സ്ട്രിങ് എസ് ഇസ് ഈക്വൽ ടു സ്കാൻ ഡോട്ട് നെക്സ്റ്റ്. നമ്മൾ ഇത്രയും ചെയ്യുമ്പോൾ നമുക്ക് ഇതെല്ലാം ആക്സസ് ചെയ്യാം. അപ്പോൾ ഇതാണ് എൻ്റെ മെയിൻ ബോഡി. ഇപ്പോൾ ഞാനൊരു ക്ലാസ്സിനകത്ത് ഇത് യൂസ് ചെയ്യുവാണെങ്കിൽ ഞാനിപ്പോൾ എനിക്ക് എക്സിക്യൂട്ട് ചെയ്യേണ്ട, റൺ ചെയ്യേണ്ട. അപ്പോൾ എനിക്കൊരു ക്ലാസ് വേണം. ക്ലാസ് ഞാൻ ജസ്റ്റ് ഒരു പേര് കൊടുക്കാം. ക്ലാസ് നെയിം എപ്പോഴും ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റൽ ആയിരിക്കണം. അപ്പം നമ്മളിവിടെ എന്താ പഠിക്കുന്നത്, സ്കാനറിൻ്റെ ഡെമോ അല്ലേ. അപ്പോൾ ക്ലാസ് സ്കാനർ ഡെമോ. എപ്പോഴും ക്ലാസ്, ഇതെല്ലാം ഒരു ക്ലാസ് മെത്തേഡും എല്ലാം കേളി ബ്രേസസിനകത്ത് വെക്കും. അതിനുള്ളിൽ കൊടുക്കുന്ന എന്തൊരു സാധനത്തിനും ബോഡി എന്ന് പേര് വിളിക്കും. ഓക്കെ, ആ ബോഡിക്കകത്ത് നമ്മൾ നമ്മുടെ ഈ മെത്തേഡ് പറയും. നമുക്ക് മെയിനായിട്ട് നമുക്ക് എന്തൊരു സാധനം റൺ ചെയ്യണമെങ്കിലും ആദ്യമേ റൺ ആവുന്നത് പറഞ്ഞാൽ മെയിൻ മെത്തേഡാണ്. സോ നമ്മൾ പബ്ലിക് സ്റ്റാറ്റിക് വോയിഡ് മെയിൻ. ഇത് സെയിം ടെംപ്ലേറ്റ് ആണ്. ജാവയിൽ എക്സ്പീരിയൻസ് ഉള്ളവർക്കറിയാം. ഫ്രഷർ ആണെങ്കിലും കുഴപ്പമില്ല, എക്സ്പീരിയൻസ് ഇല്ലാത്ത ആളാണെങ്കിലും ഒരു കുഴപ്പവുമില്ല. നമ്മളെല്ലാവരും പഠിക്കാനാണ് വന്നിരിക്കുന്നത്. സോ ഇതാണ് നോർമൽ ടെംപ്ലേറ്റ്. നമ്മളെപ്പോഴും സ്ട്രിങ് ആർഗ്സ്. ഓക്കെ, എന്നിട്ട് നമ്മൾ ഇതിനുള്ളിൽ വീണ്ടും കേളി ബ്രേസസ് കൊടുക്കുമ്പോൾ ഇതിനുള്ളിലുള്ള ബോഡിയാണ് നമ്മൾ പ്രിന്റ് ചെയ്യാൻ നോക്കും. ഇപ്പോൾ നമ്മുടെ ഈ ഫംഗ്ഷൻ ഉണ്ടല്ലോ, നമ്മൾ ഈ മെത്തേഡിനകത്ത് വെക്കുന്നു. മെത്തേഡിനകത്ത് കൊടുക്കും. ഓക്കെ, എന്നിട്ടിപ്പോൾ ഞാൻ ഉണ്ടാക്കിയ വാല്യൂസ് പ്രിന്റ് ചെയ്യണമെങ്കിൽ എനിക്ക് ജസ്റ്റ് സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിന്റ് ലൈൻ ഐ കൊടുക്കുമ്പോൾ
ഈ ഐയുടെ വാല്യൂസ് പ്രിന്റ് ചെയ്യാം. സ്ട്രിംഗ് വാല്യൂസ് അറിയണമെങ്കിൽ സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിന്റ് ലൈൻ എസ്. ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് സ്കാനർ ഓബ്ജക്റ്റ് ഉണ്ടാക്കി കഴിയുമ്പോൾ അതിനകത്ത് ഇൻപുട്ട് വാല്യൂസ് കൊടുക്കാനായിട്ട് നമ്മൾ പാസ് ചെയ്യും വാല്യൂ. സിസ്റ്റം ഡോട്ട് ഇൻ എന്ന് പറഞ്ഞ് പാസ് ചെയ്യും. അപ്പോഴാണ് അത് ഇൻപുട്ട് വാല്യൂസ് എടുക്കുന്നത്. ആ ഇൻപുട്ട് വാല്യൂസിൽ നിന്ന് നമ്മൾ ഇൻറ്റിജർ ആണ്, അടുത്തൊരു ഇൻറ്റിജർ ആണെങ്കിൽ അടുത്ത ഇൻറ്റിജർ ആക്സസ് ചെയ്യാനായിട്ട് വി വിൽ സ്കാൻ ടു സ്കാൻ ഡോട്ട് നെക്സ്റ്റ് കൊടുക്കുമ്പോൾ അടുത്ത ഇൻറ്റിജർ ആക്സസ് ചെയ്യും, അതിലൂടെ സ്കാൻ ചെയ്യും. പിന്നെ സ്ട്രിംഗ് ആണെങ്കിൽ സ്കാൻ ഡോട്ട് നെക്സ്റ്റ് കൊടുത്ത് അടുത്ത സ്ട്രിംഗ് സ്കാൻ ചെയ്യും. എന്നിട്ട് പ്രിന്റ് ചെയ്യുമ്പോഴത്തേക്ക് യൂസർ കൊടുത്ത ഓരോ ഇൻപുട്ട് വാല്യൂസും നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. ഡൈനാമിക്കലി നമുക്ക് യൂസർ ഇൻപുട്ട് വാല്യൂസ് ആക്സസ് ചെയ്യാനായിട്ടാണ് നമ്മൾ സ്കാനർ യൂസ് ചെയ്യുന്നത്. സോ ഇത്രയും പറഞ്ഞും കൊണ്ട് ഞാൻ എൻ്റെ ക്ലാസ് നിർത്തുന്നു. എല്ലാവർക്കും ഇതുവരെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതുവരെ എൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ്. എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും സിമ്പിളായിട്ട് എല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ ഞാൻ വീഡിയോസ് ഇറക്കുന്നതായിരിക്കും. നന്ദി, നമസ്കാരം.